ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ സോസേജ് നൂഡിൽസ് ആണ് കേട്ടോ. നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും പിന്നെ ഗ്രീൻ ബീൻസും, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ സോസേജാണ് എടുത്തേക്കണേ. പിന്നെ നമ്മൾ സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട്. ഗരം മസാലയും കുരുമുളക് പൊടി മാത്രമാണ് കേട്ടോ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നുള്ള, വേറെ ഒരു മസാലകളും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇവിടെ എടുത്തേക്കുന്നത് എഗ് നൂഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എഗ് നൂഡിൽസ് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നൂഡിൽസ് വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ ഞാൻ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതപ്പോൾ കൂട്ടി ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നൂഡിൽസ് വേകണ നേരം കൊണ്ട് നമുക്ക് സോസേജ് കുനുകുനാന്ന് അരിയാം, പിന്നെ മുട്ട കൊത്തിപ്പൊരിക്കാം കേട്ടോ. അപ്പം നമ്മൾ സോസേജ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ സോസേജിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോസേജ് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മൾ സോസേജ് ഫ്രൈ ചെയ്തു, അതുപോലെ തന്നെ മുട്ട കൊത്തിപ്പൊരിച്ചിട്ടുണ്ട് കേട്ടോ. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ് കേട്ടോ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന, വെളിച്ചെണ്ണയിൽ ഒരിക്കലും ഉണ്ടാക്കരുത് കേട്ടോ, ഓയിൽ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ചീഞ്ചട്ടി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിളാണ് ആദ്യം ഇട്ട് കൊടുക്കണേ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ക്യാപ്സിക്കം സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ശകലം സോയാ സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തക്കാളി സോസ് ഒഴിക്കുന്നു കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ തക്കാളി സോസ്, പിന്നെ ചില്ലി സോസ്. അപ്പോൾ നമുക്കിനി നൂഡിൽസ് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സോസേജും എഗ്ഗും ഇട്ട് കൊടുക്കാം. അപ്പോൾ സോസേജും എഗ്ഗും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സോസേജ് നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.